ചീരകളിലെ ഒരു പ്രധാന ചീരയാണ് ഇത് കേട്ടോ. വേലിച്ചീര എന്നൊക്കെ പറയുച്ചാലും ഞങ്ങൾ ഇതിനെ പ്രഷർ ചീര എന്നാണ് പറയുക. ഇത് ഒരു കടന്നിൽ പറക്കണം. ഇത് ഉപ്പേരി വയ്ക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാവാനായിട്ട് ഏറ്റവും എളുപ്പം വെറുതെ കമ്പ് കുത്തിയാൽ മതി, ഇതുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാ നമ്മളിത് കറി വയ്ക്കാൻ വെട്ടിയതാ. അപ്പോൾ തേങ്ങയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മുറിച്ചു, കട്ട് ചെയ്തെടുത്തു. ഇനി ഈ കമ്പ് കുഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ വേനലല്ലേ. അല്ലെങ്കിൽ മഴക്കാലമാണെങ്കിൽ നമ്മൾ നോക്കി നിങ്ങൾ വെറുതെ കുത്തുക ചെയ്യുക. ഒരു 10 എണ്ണം കുത്തിയാൽ ഒരു 8 എണ്ണമെങ്കിലും പൊടിക്കും. അങ്ങനെ കുത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ. ഇതിൽ കടക നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിനെ ഞാൻ സ്ഥിരമൊന്നും നനയ്ക്കില്ല, വല്ലപ്പോഴും ഒന്ന് വാടി നിൽക്കുമ്പോൾ ഒന്ന് നനയ്ക്കും. പിന്നെ ഇത് ഈ ഒരു പ്രായത്തിൽ ഇത് കറി വയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ കടക്കിൽ ഒരു കായ വരും, പൂവും കായൊക്കെ വരും. അപ്പോൾ അത് അത്ര അങ്ങോട്ട് വരില്ല. അത് കറിയിലൊക്കെ പെട്ട ഇവിടെ വരുന്നുണ്ട് കണ്ട. മൂത്തിട്ടേ മുറിക്കാൻ വൈകി കഴിഞ്ഞാൽ ഇതതിൻ്റെ പൂവാണ്, ഇനി ഇത് കായൊക്കെ ആവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇത് അടിപൊളി. ഇതിന് കേടുമില്ല. ഇതൊക്കെ പൂത്ത് തുടങ്ങിയണ്ട. ഇതിന് കേട് കുറവാണ്. ഒരു പരിചരണവും വേണ്ട. നമുക്ക് എവിടെ കുത്തിയാലും ഇതുണ്ടാവും. ഇത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലോണം തേങ്ങയൊക്കെ ഇട്ടിട്ട് ചിരകി വെച്ചാൽ നല്ല ഇഷ്ടമാണിത്. കണ്ടു ഉപ്പേരി കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് വീഡിയോ ഒന്ന് കാണിക്കാം നിങ്ങളേനെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ്. ഇതിൽ വേണമെങ്കിൽ മുട്ടയിട്ടിട്ട് അങ്ങനെ കുത്തി പൊരിച്ചിടാം. പിന്നെ എന്താ പറയുക, നന്നായിട്ട് വേവുണ്ട് ഇതിന് കേട്ടോ. നല്ല വേവുണ്ട് ഈ ഇലയ്ക്ക്. അതുകൊണ്ട് നന്നായിട്ട് വേവണം. പിന്നെ നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിക്കില്ലേ, ഇറച്ചി മീനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ദഹനത്തിന് നല്ലൊരു ഇതാണ്. ഇപ്പോൾ മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല പോലെയൊക്കെ നല്ല ഒരു ഡൈജഷനും ദഹനവും അല്ലെങ്കിൽ എന്താ പറയുക ശോധനയൊക്കെ കിട്ടാൻ നല്ലതാണ്. മില്ലി ബഗ് അല്ല, വേറൊരു വെള്ളപ്പൊടി ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിൽ, ഇലയുടെ ബാക്കിൽ കാണാം. അല്ലാതെ ഒന്നുമില്ല. പിന്നെ നന്നാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ടുകാലികളുണ്ടാവും, വെള്ള എട്ടുകാലികൾ ചെറുത്, അതിങ്ങനെ ചാടി കളിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ നന്നാക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ ശ്രദ്ധിച്ച് നന്നാക്കുക. പിന്നെ ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതൊക്കെ കയറിപ്പൊക്കോളും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അരിഞ്ഞിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് ഇത്. പിന്നെ ഏത് ഇലകളെയും പോലെ ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളൊക്കെ ഏത് ഇലകളും കട്ട് ചെയ്ത് കറി വെക്കണം എന്നാണ് പറയുക. അല്ലെങ്കിൽ അതിൻ്റെ പോഷകങ്ങളൊക്കെ പോകും. ചീര ആയാലും മുരിങ്ങയുടെ ഇലയ്ക്ക് ആയാലും അങ്ങനെ തന്നെയാണ്. ഇത് പെട്ടെന്ന് വാടും. ഇത് വെട്ടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇത് കൊമ്പ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് 2 കൊമ്പ് ചോദിച്ചാൽ ആരും തരും. അപ്പോൾ ഇതൊന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ല പോഷകമുള്ള ഒരു ചീരയാണ് ഈ പ്രഷർ ചീര. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ.